അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെറും 10 മിനിറ്റുള്ളിൽ ആദ്യത്തെ 8 പാഠങ്ങൾ നഹ്വിൻ്റേത് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ പഠിക്കുന്ന ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇവിടെ ഒറ്റ സ്ട്രെച്ചിൽ വിവരിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ നഹ്വിലും സർഫിലും ആദ്യ പാഠമായിട്ട് പഠിക്കുക വാക്കുകൾ 3 ഇനമുണ്ട് എന്നുള്ളതാണ്. ഏത് വാക്കെടുത്താലും മൂന്നിലൊന്നായിരിക്കും. ഒന്നുകിൽ അതൊരു ക്രിയയായിരിക്കും, അല്ലെങ്കിൽ നാമമായിരിക്കും, അല്ലെങ്കിൽ അക്ഷരമായിരിക്കും. ഫിഅൽ, ഇസ്മ, ഹർഫ്. വേർബ്, നൗൺ, ലെറ്റർ. ഉദാഹരണത്തിന് നസറ, ദഹബ, അക്രമ, സഹായിച്ചു, പോയി, ആദരിച്ചു. അപ്പോൾ അതിനൊക്കെ അർത്ഥവുമുണ്ട് കാലവുമുണ്ട്. അല്ലെങ്കിൽ നാമം, മുഹമ്മദ്, വിദ്യാർത്ഥി, വീട്. ഇങ്ങനെ നാമങ്ങൾ വ്യക്തിനാമമാകാം, അതുപോലെ തന്നെ സർവനാമം പ്രൊനൗൺ ആകാം. അങ്ങനെ നാമങ്ങളായിരിക്കും. അതിന് കാലമില്ല, ഇന്നലെ ഇന്നൊന്നുമില്ല. മുഹമ്മദ് ഏത്, ഇന്നലെ, ഇന്ന്, നാളെ, അങ്ങനെയില്ല. ചെയ്തു എപ്പം, ഇന്നലെ, ചെയ്യും, നാളെ, അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഫിഅൽ, പിന്നെ ഇസ്മ, നാമം, ക്രിയ അല്ലെങ്കിൽ നാമം, പിന്നെ അക്ഷരാണ് ഫി, മിൻ, ഇല. ഇത് ഒന്നാമത്തെ പാഠമായിട്ട് സർഫിലും നഹ്വിലും വരും. രണ്ടാമത്തേത് നഹ്വിൽ വരിക ഇഅ്റാബ് എന്താണെന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഹർക്കത്ത് എന്ന് പറയും, ഫത്ഹ്, കസ്ർ, ലമ്മ, സുക്കൂൻ എന്ന് പറയും. അപ്പം ഇത് തന്നെയാണ്, പക്ഷേ ഒന്ന് പേര് മാറ്റാനുള്ള കാരണം റെഗുലറും ഇറഗുലറും വരുന്നത് കൊണ്ടാണ്. റെഗുലറായിട്ടുള്ള നാമമാണെന്ന് കരുതാം, മുഹമ്മദ് പോലെ. അപ്പോൾ അവിടെ നമ്മൾ മുഹമ്മദുൻ, മുഹമ്മദൻ, മുഹമ്മദിൻ എന്നൊക്കെ പറയും. അപ്പോൾ ലമ്മിനെ നമ്മൾ റഫ് എന്ന് പറയും, ഫതഹിന് നസ്ബ് എന്ന് പറയും, കസറിന് ജർ എന്ന് പറയും, സുക്കൂനിന് ജസ്മ് എന്ന് പറയും. സാധാരണ ഈ രീതിയിലായിരിക്കും നടത്താം. സാധാരണ റഫ് ലമ്മ ഉണ്ടായിരിക്കും, നസ്ബ് ഫതഹു ഉണ്ടായിരിക്കും. എന്നാൽ ഇറഗുലറായിട്ടുള്ള സംഗതികൾ വരും. ദ്വിവചനം പോലെ, ബഹുവചനം പോലെ. അതിനെ വേറെ രീതിയിലാണ് നമ്മൾ റഫും നസ്ബും കൊടുക്കുക. ഉദാഹരണത്തിന് ഒരു വ്യക്തിയാണെങ്കിൽ ഹുവ മുഹമ്മദുൻ എന്ന് പറയും. ഹ ഉലായി, ഇവർ മുസ്ലിമൂന, മുസ്ലിമീങ്ങളാണ്. ഇന്ന മുഹമ്മദ് എന്ന് പറയും, നസ്ബ് ഫതഹു കൊണ്ട് എടുക്കും. എന്നാൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഇന്നൽ മുസ്ലിമീന. അപ്പോൾ വാവും യാവും ആണ് അവിടെ മാറുന്നത്. അപ്പോൾ ഇറഗുലറിനെ പറ്റി നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേജിൽ പഠിക്കേണ്ടതേ ഇല്ല. ഇത്രയേ മനസ്സിലാക്കുന്നുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ഫതഹ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് നസ്ബ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഫതഹ് എന്ന് പറഞ്ഞില്ല, ഇറഗുലറിനെയും കൂടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി. സാധാരണ രീതിയിൽ റഫ് ലമ്മ കൊണ്ടായിരിക്കും. ലമ്മ കാണുന്നില്ലെങ്കിൽ ആ വാക്ക് ഇറഗുലറാണ്, അതിന് വേറെ രീതിയിൽ റഫ് ചെയ്യും എന്നർത്ഥം. ഓക്കെ, അപ്പം ഇത്രയും ഇറാബിൻ്റെ 4 ഇനം പഠിച്ചു വെക്കുക. റഫ്, നസ്ബ്, ജർ, ജസ്മ് പഠിച്ചു വെക്കുക. റഫ് സാധാരണ രീതിയിലുള്ള ലമ്മ കൊണ്ടായിരിക്കും. നമ്മൾ ആദ്യം റെഗുലറിനെ പറ്റിയാണ് പറയേണ്ടത്. ഇത് മാത്രം പഠിച്ചാൽ തന്നെ ഈ സ്റ്റേജിൽ ഈ പാഠം കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയെന്നുള്ളതാണ്. അറബിയിൽ ഏത് സെൻറ്റൻസ് എടുത്താലും 2 എലമെൻ്റ് അതിലുണ്ടാവുക. ഒന്നുകിൽ അത് ഫിഅലും ഫായിലും ആയിരിക്കും. ഒരു ക്രിയ വേണം, ഒരു കർത്താവ് വേണം. കർമ്മം പോലും നമുക്ക് വേണമെങ്കിൽ, ഒബ്ജക്റ്റ് പോലും വേണമെങ്കിൽ വെച്ചാൽ മതി. മുഹമ്മദ് വായിച്ചു. അപ്പം വായന എന്ന ഖറഅ എന്ന് പറഞ്ഞു. മുഹമ്മദ് എന്താകാം, ഖുർആനാകാം, പത്രമാകാം, പുസ്തകമാകാം, വേണമെങ്കിൽ പറയാം. ഇനി ബാക്കിയെല്ലാം അതിന് ആഡ് ഓൺ ആണ്. കൂട്ടുകാരോടൊപ്പം വൈകുന്നേരം പള്ളിയിൽ വെച്ച് വായിച്ചു. അപ്പോൾ ഈ സെൻറ്റൻസിന് വലുതാകും തോറും എക്സ്ട്രാ ഈ ആഡ് ഓൺ ആയിട്ട് പലതും ആഡായി വരുമെന്നേ ഉള്ളൂ. ഒരു സെൻറ്റൻസിൻ്റെ ബേസ് രണ്ടിലൊരു സംഗതി. ഒന്നുകിൽ അത് ക്രിയയെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ക്രിയ എന്ന് പറയുമ്പോൾ ഒരു ഫിഅൽ വെച്ചാൽ തുടങ്ങുന്നതെങ്കിൽ അതിനൊരു ഫായിൽ വേണം. ഓക്കെ, ഈ 2 സംഗതി വന്നാൽ സെൻറ്റൻസായി. ഇനി രണ്ടാമത്തെ രീതി നൗണ് വെച്ചായിരിക്കും. ഒരു പേര് വെച്ചുകൊണ്ട് തുടങ്ങാണ്. മുഹമ്മദ് അല്ലെങ്കിൽ അൽ ബൈത്ത്. നിങ്ങൾ ഈ 2 ഉദാഹരണം ഇവിടെ എടുത്തോ, മുഹമ്മദും അൽ ബൈത്തും. ഇനി ഇതിന് വെച്ച് ഒരു നാമം വെച്ചാൽ തുടങ്ങുന്നത് നമ്മൾ അതിന് മുബത്തദ എന്ന് പറയും. മുബത്തദ എന്ന് പറഞ്ഞാൽ അത് വെച്ച് തുടങ്ങി നടത്താം. മുബത്തദ, ബദ ആരംഭിക്കുക, ഇബ്തദ ആരംഭിച്ചു, മുബത്തദ ആരംഭിക്കാൻ ഉപയോഗിച്ച സംഗതി നടത്താം. അപ്പോൾ ഒരു നാമമാണ് ആദ്യം പറയുന്നതെങ്കിൽ അതിനെപ്പറ്റിയൊരു വിവരം പറയണം. വിവരം, ഒരു ഖബർ വേണം, ഒരു വാർത്ത വേണം. അത് 3-ൽ 1 അത് ഒരു നാമമായിരിക്കാം. മുഹമ്മദുൻ ജമീലുൻ, അൽ ബൈത്തു കബീറുൻ. ഇങ്ങനെ ഒരു നാമമായിരിക്കാം, വലുതാണ്, ഭംഗിയുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ക്രിയയായിരിക്കാം. ഇപ്പോൾ ഒരു ക്രിയ നിങ്ങൾ തൽക്കാലം ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ വെച്ചോ. മുഹമ്മദുൻ ഖറഅ, മുഹമ്മദ് വായിച്ചു. അൽ ബൈത്തു വീട്, തനവ്വറ പ്രകാശിച്ചു. ആ ക്രിയ നമ്മളിവിടെ വെറുതെ വെക്കുകയാണ്. ഖബർ ക്രിയയായിട്ട് വരും എന്നറിയാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു അക്ഷരമായിട്ടും വരാം. അൽ ബൈത്തു ഫിൽ മദീന, വീട് നഗരത്തിലാണ്. നഗരം, ടൗൺ, മദീന. അൽ ബൈത്തു ഫിൽ മദീന.
മുഹമ്മദുൻ ഫിൽ മസ്ജിദി, മുഹമ്മദ് പള്ളിയിലാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാഠമായിട്ട് സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് പറഞ്ഞു. ഒരു സെൻറ്റൻസ് പല രീതിയിലുണ്ടാകുന്നു പറഞ്ഞു. ഓക്കെ, ഫിഅലായിട്ടും ഫായിലായിട്ടും മുബ്തദ ഖബറായിട്ടും. ഇതിൽ ഫിഅൽ ഫായിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇത്രേ പഠിക്കേണ്ടതുള്ളൂ. ഫിഅൽ വന്നാൽ ഫായിൽ നിർബന്ധമാണ്. ഫായിലിന് റഫ് ആയിരിക്കും, മഫ്ഊലിന് നസ്ബായിരിക്കും. ഉദാഹരണം ഖുർആനിന് പ്രസിദ്ധമായ ഉദാഹരണം എടുക്കാം. ഖതല ദാവൂദു ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ദാവൂദ് വധിച്ചു? അവിടെ റഫ് ആണ്, ലമ്മുള്ളത് കൊണ്ടാണ്. ജാലൂത്ത ജാലൂത്ത്. ഇനി നമുക്ക് തിരിച്ചൊന്ന് നോക്കാം. വഇദ്ബ്തല ഇബ്രാഹീമ റബ്ബുഹു. അപ്പോൾ ആദ്യം വന്നത് കർത്താവ്. വൈദിബത്തല പരീക്ഷിച്ചപ്പോൾ ഇബ്രാഹീം പരീക്ഷിച്ചു റബ്ബിനെ എന്ന് പറയരുത്. കാരണം ഇബ്രാഹീമു എന്നാണെങ്കിൽ റഫ് ആണെങ്കിൽ അത് സബ്ജക്റ്റ് ആയനെ, ഫായിലായനെ. അല്ല, ഇബ്രാഹീമ, അപ്പോൾ അത് ഒബ്ജക്റ്റാണ്. ഇബ്രാഹീമിനെ റബ്ബ് പരീക്ഷിച്ചപ്പോൾ. അപ്പം ഒരാൾ നഹ്വ് പഠിച്ചു എന്നതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഫിഅലും ഫായിലും മനസ്സിലാവുക എന്നുള്ളത് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസ് പറഞ്ഞു. അടുത്തത് ഫിഅൽ ഫായിൽ പറഞ്ഞു. ഇനി അടുത്തത് മുബത്തദ ഖബറാണ്. ഈ മുബത്തദ ഖബർ പഠിക്കാൻ വേണ്ടി ഇനി ഇതിൻ്റെ മുകളിലേക്ക് പലതും ആഡ് ഓൺ ആയിട്ട് വരും. അതാണ് അടുത്ത 2 ചാപ്റ്ററിലേക്ക് വരുന്നത്. 5 കഴിഞ്ഞാൽ 6, 7 ചാപ്റ്ററിൽ. അപ്പം ഇവിടെ ഈ 5, 6, 7 ചാപ്റ്റർ ഒന്നിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ വല്ലാഹു ഗഫൂറുർ റഹീം എന്നുള്ള ഉദാഹരണം ഓർമ്മിച്ച് വെച്ചാൽ മതി. നമ്മളിപ്പോൾ മുബത്തദ ഖബർ പറയുമ്പം ഖബർ 3 രീതിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇനി അത് ഇന്ന അതിൻ്റെ സഹോദരിമാരും എന്ന് പറഞ്ഞാൽ ഇന്നൻ്റെ ഒരു സെറ്റ് ഉണ്ട്. ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ല അല്ല. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും, അന്നയും തീർച്ചയായിട്ടാണ്. അപ്പം ഇന്ന ഹാദൽ ബൈത ജമീലുൻ, ഈ വീട് ഭംഗിയുള്ളതാണ്. ഇനി സെൻറ്റൻസിൻ്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ അലിംതു അന്ന ഹാദൽ ബൈത ജമീലുൻ, ഈ വീട് ഭംഗിയുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇന്നയും അന്നയൊക്കെ എവിടെ മാറി വരും എന്നൊക്കെ ഉള്ളത് അടുത്ത ലെവലുള്ള വിഷയമാണ്. ഇന്ന വരും, അന്ന വരും, ലാക്കിന്ന പക്ഷേ, ലൈത്ത ആയിരുന്നെങ്കിൽ, ലഅല്ല ആയേക്കാം, ലാക്കിന്ന പക്ഷേ, ഇങ്ങനെയുള്ള ഇന്ന അന്ന ക അന്ന ആയതുപോലെ, ക അന്ന ഹാദൽ ബൈത ഖസ്റുൻ, ഈ വീടൊരു കൊട്ടാരം പോലെയുണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്. ഇത് മാത്രം വിശദീകരിക്കുന്ന പാഠഭാഗം വേറെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒന്ന് അതിനെ റിവൈസ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ ഒരു സമ്മറി ആയിട്ട് വിവരിച്ച് പോവാണ്. അപ്പം ഇന്നൻ്റെ സെറ്റ് വരുമ്പോൾ എന്താകും? വല്ലാഹു ഗഫൂറുർ റഹീം, അൽ ബൈത്തു ജമീൽ എന്നൊക്കെയുള്ളത് ഇന്നയും സെറ്റും വരുന്നതോടുകൂടെ അൽ ബൈത്ത അള്ളാഹാന്നാവും. അപ്പോൾ നിങ്ങൾ 3 ആയത്ത് ഓർമ്മിച്ച് നോക്കുക. വല്ലാഹു ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, വകാനല്ലാഹു ഗഫൂറർ റഹീമ. വല്ലാഹു ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ ഗഫൂർ റഹീം, വകാനല്ലാഹു ഗഫൂർ റഹീമ. അപ്പോൾ 7ാമത്തെ പടയിൽ നമ്മൾ പഠിക്കുന്നത് ഈ കാനയും അതിൻ്റെ സിസ്റ്റേഴ്സുമാണ്. അപ്പോൾ കാന ആയി, കാനൽ ബൈത്തു ജബീലൻ, വീട് ഭംഗിയുള്ളതായിരുന്നു. സാറ ആയിത്തീർന്നു, പെയിൻ്റ് അടിച്ചപ്പോൾ സാറൽ ബൈത്തു ജമീലൻ, വീട് ഭംഗിയുള്ളതായി തീർന്നു. ഇനി പിന്നെ ആയിരുന്നു എന്നുള്ളതിലേക്ക് കുറേ ടൈമിനെ കണക്ട് ചെയ്യും. അസ്ബഹ പ്രഭാതത്തിലായി, അംസ പ്രദോഷത്തിലായി, അൽഹ ലുഹാ സമയത്തായി, ലല്ല ബാത ലല്ല പകൽ സമയം കഴിച്ചു കൂട്ടി, ബാത രാത്രി സമയം കഴിച്ചു കൂട്ടി. അപ്പം കാന സാറ, പിന്നെ അതിന് ശേഷം അടുത്ത സെറ്റായിട്ട് അസ്ബഹ, അംസ, അൽഹ, ലല്ല, ബാത. അതിൻ്റെ തന്നെ വേറെ സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത് വരുമ്പം എന്താ മുബത്തദ എന്ന് നമ്മൾ പറയുന്ന സംഗതിക്ക് നമ്മൾ പിന്നെ ഇസ്മ എന്നാണ് പറയാം. കാനൻ്റെ ഇസ്മ, ഇന്നൻ്റെ ഇസ്മ എന്ന് പറയാം. ഇന്നയാണെങ്കിൽ അതിൻ്റെ ഇസ്മിന് നസ്ബായിരിക്കും, ഖബർ റഫ് ആയിരിക്കും. കാനയാണെങ്കിൽ ഇതായിരിക്കും. ഇനി ഈ റഫും നസ്ബുമൊക്കെ കാണുന്നത് ഖബറിലാണല്ലോ കാണുന്നത്. ഈ ഖബർ നാമമാണെങ്കിൽ ഇതൊക്കെ കാണുള്ളൂ. പകരം ക്രിയയോ അല്ലെങ്കിൽ അക്ഷരമോ ആണെന്ന് കരുതുക. മുഹമ്മദുൻ ഫിൽ ബൈത്തിൻ്റെ മുകളിൽ ഇന്ന വന്നാലും കാന വന്നാലും ഈ മുഹമ്മദ് മാറാന്നല്ലാതെ ഫിൽ ബൈത്ത് മാറൂല. മുഹമ്മദുൻ ഖറഅ, മുഹമ്മദ് വായിച്ചാണെങ്കിൽ ഇന്ന മുഹമ്മദൻ ഖറഅ, വകാന മുഹമ്മദുൻ ഖദ് ഖറഅ, മുഹമ്മദ് വായിച്ചിരുന്നു. സാറ മുഹമ്മദുൻ യഖറഉ അല്ലെങ്കിൽ ഖറഅ. ഇതിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അത് അതിൻ്റെ രൂപത്തിൽ തന്നെ ഉണ്ടാവുക. ഇനി അക്ഷരമാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവുക. കാന മുഹമ്മദുൻ ഫിൽ ബൈത്തി, ഇന്ന മുഹമ്മദൻ ഫിൽ ബൈത്തി. ഈ ഫിൽ ബൈത്തിക്ക് ഒരു മാറ്റവും വരില്ല. അപ്പോൾ അക്ഷരം വന്നാലും ക്രിയ വന്നാലും ഖബറിന് ഒരു മാറ്റവും വരില്ല. ഇന്നയും അന്നയും കാനയും മാറുന്നതിനനുസരിച്ച്. നാമമാണെങ്കിൽ മാത്രമാണ് ജമീലുൻ, ജമീലൻ, ഇത് മാത്രമേ മാറാൻ പോകുന്നുള്ളൂ. 8ാമത്തെ പാഠമായിട്ട് സിമ്പിൾ പാഠമാണ്. അതും സെപ്പറേറ്റ് യൂണിറ്റാണ്. ഇലാഫത്ത് ഒന്നൊന്നിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഈ സ്റ്റേജിൽ നമ്മൾ ഏത് ഹറക്കത്ത്, ഏത് ഇഅ്റാബ് വരുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മുലാഫ് ഇലൈഹിക്ക് ജറായിരിക്കും. മുലാഫ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ ഒന്നിലേക്ക് ചേർത്ത് പറയുന്നതന്നെ പറയുന്നത്. ബാബുൽ മസ്ജിദി, വീടിൻ്റെ വാതിൽ. കിതാബ് മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ കിതാബ്.
ഇത് കൂടുതലായിട്ട് അറബിയിൽ വരുന്നത് കൊണ്ട് നമ്മളിത് പറഞ്ഞല്ലോ. കുൽ ഔദു റബ്ബിൻ നാസി മലിക്കിൻ നാസി, ജനങ്ങളുടെ രാജാവായ, ജനങ്ങളുടെ റബ്ബായ. അപ്പം ഒന്നൊന്നിലേക്ക് ചേർക്കുമ്പം ഈ ലാഫത്ത് എന്ന് പറയും ചേർക്കൽ. എന്തിലേക്കാണോ ചേർക്കുന്നത് അതിനെപ്പോഴും ജറായിരിക്കും. കിതാബു മുഹമ്മദിൻ, ബാബുൽ ബൈത്തി, ബാബുൽ മസ്ജിദി, റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം. ഇങ്ങനെ ഇൻ്റെ ഉടെ എന്ന് ചേർന്ന് വരുമ്പോൾ അതിന് ജറായിരിക്കും. ഇതാണ് ആദ്യത്തെ 8 പാഠങ്ങൾ. ജസ്റ്റ് ഓർമ്മ വെക്കാൻ വേണ്ടി ഒരൊറ്റ സ്ട്രെച്ചിൽ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.